ആരാ കുക്കർ അടുപ്പ് വെച്ചത്? ആരാന്ന്? ഞാനാ കുക്കർ അടുപ്പി വെച്ചത്. കുക്കറിലുണ്ടായിരുന്ന കടല എവിടെ പോയി? അമ്മ ഇതിൽ ഇടപെടരുത്. എനിക്കറിയണം, കടലില്ലാതെയാണ് ഇവിടെ കുക്കർ വെച്ചത്. അങ്ങനെയെങ്കിൽ അത് മാറ്റേണ്ട കാര്യം എന്താ? ഞാൻ കടലിട്ടാ കുക്കറി വെച്ചത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എങ്കിൽ അത് എവിടെ പോയി? ഞാൻ ഇന്നൊന്നും ഉണ്ടാക്കിയില്ല. എനിക്ക് നല്ല സുഖമില്ല. നിങ്ങൾ എന്നെ അവിടെ കെട്ടിക്കൊണ്ടുവന്നത് നിങ്ങളുടെ അനിയനും കൂടെ വച്ച് വിളമ്പണമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ. എനിക്ക് പറ്റില്ല എല്ലാവർക്കും വച്ച് വിളമ്പാൻ. എടി പതുക്കെ പറ, അവ കേക്കും. കേക്കട്ടെ, എനിക്കൊന്നുമില്ല. അമ്മ അമ്മ നീ എങ്ക അമ്മ, ഒന്ന വിട്ടാ எனக்காரு அம்மா, தேடி பார்த்தேனே காணோம் ஒன்ன, கண்ணாமூச்சியே வாணி வெல்ல, தாயே உயிர் பிரிந்தாயே என்ன தனியே தவிக்க விட்டாயே, இன்று நீ பாடும் പാട്ടുക്ക് നീ ഒന്നും കഴിച്ചില്ലല്ലേ? ഞാൻ നിനക്ക് ഫുഡ് വരുത്തട്ടെ? വേണ്ട ഏട്ടാ, വേണമെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യത്തില്ലേ? പിന്നെ നീ പുറത്തു പോയി എല്ലാം കഴിച്ചിട്ട് വാ. ഏട്ടാ, ഞാൻ ഒരു വീടെടുത്ത് മാറിയാലോ എന്ന് ആലോചിക്കുക. എടാ, അതിന്റെ ആവശ്യമുണ്ടോ? നിനക്ക് ഇവിടെ കഴിഞ്ഞാ പോരെ? കുറച്ച് ജോലി തിരക്കുണ്ട് ഏട്ടാ, എന്നും വരലൊക്കെ പാടാ. എടാ, ഇതുവരെ ഇവിടെ നിന്നല്ലേ നീ ജോലിക്ക് പോയേ? ഏട്ടാ, ഈ ചെമ്പരത്തി പൂണ്ടല്ലോ, അതിന് ആർക്കൊരു വിലയില്ല. അതെന്താണെന്നറിയോ? അതിങ്ങനെ എന്നും പൂക്കണതുകൊണ്ടാ. ഏട്ടാ, ഈ എന്നും പൂക്കണ പൂവിനെക്കാളും വല്ലപ്പോഴും പൂക്കണ പൂവിനാ ഭംഗി. നമുക്കിങ്ങനെ എന്നും കാണണ്ടെന്നേ, വല്ലപ്പോഴും കാണുന്ന നല്ലത്. പോകുമ്പോ ആ ഫോട്ടോ കൂടെ എടുക്കും. അവര് കൂടെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്കായെന്ന് തോന്നലുണ്ടാവില്ല. അമ്മ അമ്മ നീ എങ്ക അമ്മ, ഒന്ന വിട്ടാ எனக்காரு அம்மா, தேடி பார்த்தேனே காணோம் ஒன்ன, கண்ணாமூச்சியே வாணி வெல்ல, தாயே உயிர் பிரிந்தாயே